ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസ് നമ്മളിതാ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഏകദേശം ഒരു 25-ൽ കൂടുതൽ വീഡിയോസ് നമ്മൾ ഈ ഒരു സീരീസിൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് വീഡിയോസ് വരാനായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ച് വീഡിയോസിൽ ചാർട്ട് പാറ്റേൺസ് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക, ഓരോ ചാർട്ട് പാറ്റേൺസും എങ്ങനെയാണ് കണ്ടെത്തുക, അതെങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ ഡബിൾ ടോപ്പ് ആൻഡ് ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺസ് എങ്ങനെയാണ് നമുക്ക് ഒരു ചാർട്ടിൽ കണ്ടെത്താനായിട്ട് സാധിക്കുക, അതെങ്ങനെയാണ് ട്രേഡ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അത് ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങളുടെ ലൈക്കുകളായിരിക്കും. ആൻഡ് ആ ലൈക്കുകൾ തന്നെയാണ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അധികം സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേണിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പേ തന്നെ എന്താണ് ഈ ചാർട്ട് പാറ്റേൺ, ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ ജസ്റ്റ് ഒന്ന് പറയാം. ചാർട്ട് പാറ്റേൺസിൻ്റെ ഡെഫിനിഷൻ വരുന്നത് എങ്ങനെയാണ്? ചാർട്ട് പാറ്റേൺസ് ആർ വിഷ്വൽ റെപ്രസെൻറ്റേഷൻസ് ഓഫ് പ്രൈസ് മൂവ്മെൻറ്റ്സ് ഇൻ ദ ഫൈനാൻഷ്യൽ മാർക്കറ്റ്. അതായത് പ്രൈസ് മൂവ്മെൻറ്റുകളുടെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത്. അതായത് പ്രൈസ് ഒരു പ്രത്യേക രീതിയിൽ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു തരത്തിലുള്ള ചാർട്ട് പാറ്റേൺ, വേറെ രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു ചാർട്ട് പാറ്റേൺ. അങ്ങനെ ആ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ പ്രൈസ് ഏത് രീതിയിൽ മൂവ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഈ ഒരു ചാർട്ട് പാറ്റേൺസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ദ ഹെൽപ്പ് ട്രേഡേഴ്സ് ഐഡന്റിഫൈ ദ ബാറ്റിൽ ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആൻഡ് ഡിറ്റർമൈൻ ഇഫ് എ മാർക്കറ്റ് ഈസ് ട്രെൻഡിങ് അപ്പ്, ഡൗൺ ഓർ സൈഡ് വേസ്. ഈ ചാർട്ട് പാറ്റേൺസ് കാണുമ്പോൾ നമുക്ക് ഈ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ആ ഒരു യുദ്ധം, ആ ഒരു ബാറ്റിൽ നമുക്ക് അവിടെ കാണാനും മനസ്സിലാക്കാനും സാധിക്കും. അത് അനലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് പ്രൈസ് ഇനി മുകളിലേക്കാണോ താഴോട്ടാണോ അല്ലെങ്കിൽ സൈഡ് വേസ് ആയിട്ടാണോ പോകാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയുള്ള മൂവ്മെൻറ്റ്, ഇനി ഫ്യൂച്ചറിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ ഏത് രീതിയിലാണോ പ്രൈസ് മൂവ് ചെയ്യാനായിട്ട് പോകുന്നത് ആ കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ചാർട്ട് പാറ്റേൺ ആണ് ഉള്ളത്. ഒന്ന് കണ്ടിന്യൂവേഷൻ പാറ്റേണും, രണ്ട് റിവേഴ്സൽ പാറ്റേണും. അപ്പോൾ ഈ കണ്ടിന്യൂവേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു അപ് ട്രെൻഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ആ ഒരു അപ് ട്രെൻഡിൽ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു ചാർട്ട് പാറ്റേൺ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോവുകയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റിവേഴ്സൽ പാറ്റേൺ ഉണ്ട്. അതായത് ഒരു അപ് ട്രെൻഡ് ആണ് പോകുന്നത് ആൻഡ് ആ ഒരു അപ് ട്രെൻഡ് എപ്പോഴാണ് ഡൗൺ ട്രെൻഡിലേക്ക് മാറുക, ഒരു റിവേഴ്സൽ എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ഈ ചാർട്ട് പാറ്റേൺസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേണിനെ പറ്റിയിട്ടാണ്. അതായത് ഈ ഒരു ഡബിൾ ബോട്ടം അല്ലെങ്കിൽ ഡബിൾ ടോപ്പ് എന്ന് പറയുന്ന ചാർട്ട് പാറ്റേൺ ഒരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ ആണ്. ഈ ഒരു ചാർട്ട് പാറ്റേൺ അവിടെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചാർട്ടിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രെൻഡ് അവസാനിച്ചു ആൻഡ് പുതിയ ഒരു ട്രെൻഡിലേക്ക് അത് മാറാൻ പോകുകയാണെങ്കിൽ അപ് ട്രെൻഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡിലേക്ക് മാറാനായിട്ട് പോവുകയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ. ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ നമുക്ക് ഈ ട്രെൻഡ് റിവേഴ്സിലാണ് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക. ആൻഡ് അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നതിന് മുൻപേ തന്നെ ഇപ്പോഴും ഈ ഒരു ചാർട്ട് പാറ്റേൺ അവിടെ അപ്പിയർ ആയി എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ ട്രെൻഡ് കണ്ടിന്യൂവേഷനോ അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സലോ ഇപ്പോഴും സംഭവിക്കണമെന്നില്ല. പക്ഷേ നമുക്ക് സാധ്യതകളാണ് പറയാനായിട്ട് പറ്റുക. ഇപ്പോൾ ചാർട്ട് പാറ്റേൺസ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ആയാൽ പോലും നമുക്ക് അവിടെ സാധ്യതകൾ മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. കൃത്യമായിട്ട് 100% മാർക്കറ്റ് ഇങ്ങനെ തന്നെ പോകുമെന്ന് ആർക്കും തന്നെ പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ സാധ്യതകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേണും ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേണും നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുക, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഇതെല്ലാം തന്നെ നമുക്ക് പഠിക്കാം. നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളോട് കൂടിയിട്ട് ഞാനിവിടെ പറഞ്ഞുതരാം. ഓക്കെ, അത് പ്രൈസ് മുകളിലേക്ക് പോവാണ്. പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, പ്രൈസ് താഴേക്ക് വരുന്നു, വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വീണ്ടും ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്തവണ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്വിംഗ് ഹൈ എന്ന് പറയുന്നത് തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതേ ലെവൽ തന്നെയാണ്. തൊട്ട് മുൻപ് ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതേ ലെവൽ തന്നെയായിരിക്കും ഇപ്പോഴും പുതിയതായിട്ടുള്ള ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടോപ്പ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ നമുക്ക് രണ്ടാമത്തെ ടോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പ്രൈസ് മുകളിലേക്ക് പോകുന്നു ആൻഡ് ഒരു പർട്ടിക്കുലർ ഏരിയയിലെത്തുമ്പോൾ പ്രൈസ് ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് ആ ഒരു സ്വിംഗ് ഹൈക്ക് മുകളിലേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് ബയേഴ്സിന് സാധിക്കുന്നില്ല. അവിടെ നിന്ന് ശക്തമായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ വരാണ്. അങ്ങനെ അവിടെ പുതിയ ഒരു ടോപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു രണ്ട് ടോപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ അതിനൊരു ഡബിൾ ടോപ്പ് ചാർട്ട് വരാനെന്ന് പറയാം. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു അപ് ട്രെൻഡ് ഒരു റിവേഴ്സൽ സംഭവിക്കുകയാണ്. റിവേഴ്സൽ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരുന്ന പ്രൈസ്
പെട്ടെന്ന് ഈ ഒരു പാറ്റേൺ സംഭവിച്ചതിന് ശേഷം, ഈ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ സംഭവിച്ചതിന് ശേഷം പ്രൈസ് ഡൗൺ ട്രെൻഡിലേക്ക് മാറുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്, നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അപ് ട്രെൻഡിൽ ഉണ്ടായിരുന്ന ഒരു പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുക. ഇതാണ് ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ. ഇനി ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് പ്രൈസ് താഴേക്ക് പോകുന്നു, ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വീണ്ടും ആ ഒരു ലെവലിലേക്ക് തന്നെ വരുന്നു, ആൻഡ് അവിടെ വീണ്ടും ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതേ ലെവലിൽ തന്നെയാണ് ഈ ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ കണ്ടപ്പോൾ തന്നെ ഇവിടെ പ്രൈസ് താഴേക്കായിരുന്നു വന്നിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, അതായത് മുകളിലേക്ക് പ്രൈസ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒരു ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ കിട്ടിക്കണ്ടില്ല. അപ്പോൾ ഇതൊരു ബോട്ടം, ഇത് രണ്ടാമത്തെ ബോട്ടം, ഇത് ഡബിൾ ബോട്ടം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡബിൾ ടോപ്പും ഡബിൾ ബോട്ടമും സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് എത്തുമ്പോൾ പ്രൈസിൻ്റെ അവിടെ അതിന് മുകളിലേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് ബയേഴ്സിന് സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ സെല്ലേഴ്സ് ആയിരിക്കും അവിടെ കൂടുതലായിട്ട് ഡൊമിനേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പ്രൈസ് താഴേക്ക്, കൂടുതൽ സെല്ലിംഗ് പ്രഷർ വരുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പ്രൈസ് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ എത്തിക്കഴിഞ്ഞാൽ അതിന് താഴേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് സെല്ലേഴ്സിന് സാധിക്കുന്നില്ല. അവിടെ കാര്യമായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ വരുന്നില്ല. ദെൻ അവിടെ കൂടുതലായിട്ട് ബയേഴ്സ് കയറി വരും. അപ്പോൾ അങ്ങനെ പ്രൈസ് ഇവിടെ മുകളിലേക്ക് പോകും. ആൻഡ് ഒരു കാര്യം പ്രത്യേകം പറയാനായിട്ടുള്ളത്, ഈ ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേണും ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേണും നമ്മളിപ്പോൾ ഈ വരച്ചിട്ടുള്ളത് ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ മാത്രമാണ്. ഈ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ പോലെയേ ആയിരിക്കില്ലേ നമുക്ക് ലൈവ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഈ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എപ്പോഴും മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഈ ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേണും ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേണും കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിംഗ് ഹൈസ് എന്താണെന്നും സ്വിംഗ് ലോസ് എന്താണെന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സ്വിംഗ് ഹൈ കണ്ടെത്തുക, എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള സ്വിംഗ് ലോ കണ്ടെത്തുക എന്നുള്ള കാര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാം. ആൻഡ് അതിന് മുമ്പ് തന്നെ ഒരു കാര്യം, പ്രധാനമായിട്ടുള്ള കാര്യം വിട്ടുപോയി. നമുക്ക് ഈ ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ ആയാലും ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ ആയാലും അതിന് ഒരു 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു ടോപ്പ്, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ ടോപ്പ്, മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു നെക്ക് ലൈൻ ആണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ നെക്ക് ലൈൻ എന്ന് പറയുന്നത്. ഡബിൾ ടോപ്പിൻ്റെ നെക്ക് ലൈൻ ഇതാണ്, ഡബിൾ ബോട്ടത്തിൻ്റെ നെക്ക് ലൈൻ ഇതാണ്. അപ്പോൾ അങ്ങനെ 3 പാർട്ടുകളാണ് ഈ ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേണും ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേണും ഉള്ളത്. ഒരു ടോപ്പ് ഉണ്ടായിരിക്കും, 2 ടോപ്പ് ഉണ്ടായിരിക്കും, ആൻഡ് ഒരു നെക്ക് ലൈൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ 3 ഭാഗങ്ങളാണ് ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ ഉള്ളത്. ഇനി നമുക്ക് സ്വിംഗ് ഹൈസ് ആൻഡ് സ്വിംഗ് ലോസ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രൈസ് താഴേക്ക് വരാണ്, ഇതുപോലെ കുറച്ച് ക്യാൻഡിൽസോട് കൂടിയിട്ട് പ്രൈസ് താഴേക്ക് വരാണെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലൂടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് ഇതാണ്, ക്ലോസിംഗ് പ്രൈസ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസിൽ നിന്ന് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നു, ആൻഡ് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. അത് തൊട്ട് മുൻപുള്ള ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിന് മേലെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്, ഇതാണ് ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസ്. ഓക്കെ, ആൻഡ് ഒരു ക്യാൻഡിലും കൂടെ ഈ പറയുന്ന രീതിയിൽ തന്നെ ഈ ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിന് താഴേക്ക് പോകാതെ, അല്ലെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിന് താഴേക്ക് പോകാതെ തന്നെ മുകളിൽ എവിടെയെങ്കിലും ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം വന്നിട്ടുള്ള 2 ക്യാൻഡിൽസും ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിന് മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിതൊരു സ്വിംഗ് ലോയാണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്വിംഗ് ലോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ 3 ക്യാൻഡിൽസ് ആണ് എടുക്കേണ്ടത്. ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിന് മുകളിലാണ് ബാക്കിയുള്ള 2 ക്യാൻഡിൽസും എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ, ഈ ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിന് മുകളിലാണ് ഈ ക്യാൻഡിലും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്വിംഗ് ലോ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്വിംഗ് ലോ എന്ന് പറയുന്നത്. ഇനി സ്വിംഗ് ഹൈ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഈ രീതിയിൽ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്യാൻഡിലൂടെ ഫോം ആവുന്നു. ഈ ഒരു ക്യാൻഡിൽ ഫോം ആവുമ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് ഇതാണ്, ക്ലോസിംഗ് പ്രൈസ് ഇതാണ്. അപ്പോൾ അടുത്ത ക്യാൻഡിൽ താഴേക്ക് വരുന്നു, ഈ ഓപ്പണിംഗ് പ്രൈസിന് താഴെയായിട്ട് അത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്, ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസ്. ഒരു ക്യാൻഡിൽ കൂടി ഫോം ആവുന്നു, അതും ഈ ഓപ്പണിംഗ് പ്രൈസിന് താഴെയായിട്ട് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഓപ്പണിംഗ് പ്രൈസ്, ഇത് ക്ലോസിംഗ് പ്രൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ, രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസ് ഒന്നാമത്തെ ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിന് താഴെയാണ്, ആൻഡ് മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസും ഒന്നാമത്തെ ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിന് താഴെയാണ്. അപ്പോൾ ഇതൊരു സ്വിംഗ് ഹൈ ആണെന്ന് പറയാനായിട്ട് പറ്റും.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്വിംഗ് ഹൈസും സ്വിംഗ് ലോസും നോക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്വിംഗ് ലോസും സ്വിംഗ് ഹൈസും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ബോട്ടമിലും ഡബിൾ ടോപ്പിലും ഡബിൾ ബോട്ടത്തിലും ഈ പറയുന്ന സ്വിംഗ് ലോസും സ്വിംഗ് ഹൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ടോപ്പ് കിട്ടുക ഈ രണ്ട് സ്വിംഗ് ഹൈസ് ചേരുമ്പോഴാണ്, നമുക്ക് ബോട്ടം കിട്ടുക ഈ രണ്ട് സ്വിംഗ് ലോസ് ചേരുമ്പോഴാണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്, സ്വിംഗ് ലോസും സ്വിംഗ് ഹൈസും. ഇത് ചാർട്ട് പാറ്റേൺസ് കണ്ടുപിടിക്കാൻ മാത്രമല്ല, നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് സ്വിംഗ് ലോസും സ്വിംഗ് ഹൈസും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ലൈവ് ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന പോലെയുള്ള ചാർട്ട് പാറ്റേൺസ് വന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ആൻഡ് ചാർട്ട് പാറ്റേൺസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്, പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ പ്രൈസ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഫസ്റ്റ് ക്യാൻഡിലായിട്ട് എടുക്കാം. അതിനുശേഷം വന്നിട്ടുള്ള രണ്ട് ക്യാൻഡിൽസും ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസിന് മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ഒരു സ്വിംഗ് ലോ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു സ്വിംഗ് ലോ ആണ്. ഞാനൊരു ബോക്സ് ആയിട്ട് ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഇത് ഒരു സ്വിംഗ് ലോ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് നീട്ടി വരയ്ക്കാം. ഇത് ലെഫ്റ്റിലേക്ക് ഒന്ന് നീട്ടി വരയ്ക്കാം, റൈറ്റിലേക്ക് ഒന്ന് നീട്ടി വരയ്ക്കാം. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് താഴേക്ക് വരുന്നു, ഒന്ന് മുകളിലേക്ക് പോകുന്നു, ഒരു നെക്ക് ലൈൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വീണ്ടും താഴേക്ക് വരുന്നു. ആൻഡ് ഇവിടെ അടുത്ത ഒരു ബോട്ടം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അടുത്ത ഒരു സ്വിംഗ് ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ക്യാൻഡിൽ നോക്കാം, അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസിന് അതിൻ്റെ ക്ലോസിംഗ് പ്രൈസിന് മുകളിലാണ് തൊട്ട് അടുത്തുള്ള രണ്ട് ക്യാൻഡിൽസും. സോ ഇത് അടുത്ത ഒരു ലോ ആണെന്ന് പറയാൻ പറ്റും, ഒരു സ്വിംഗ് ലോ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ തൊട്ട് മുൻപത്തെ ആ ലോയിൽ തന്നെയാണ് പുതിയ ഒരു ലോയും, തൊട്ട് മുൻപുള്ള സ്വിംഗ് ലോയിൽ തന്നെയാണ് പുതിയ ഒരു സ്വിംഗ് ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ച പോലെ തന്നെ ഇതൊരു ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ ട്രേഡ് ചെയ്യാനായിട്ട് രണ്ട് രീതിയിൽ ആളുകൾ ട്രേഡ് ചെയ്യുന്നത് കാണാറുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ ഈ നെക്ക് ലൈൻ ഉണ്ടല്ലോ, ഈ നെക്ക് ലൈനിൽ നിന്നും പ്രൈസ് മുകളിലേക്ക് വന്നു കണ്ടിട്ടില്ല, ഇവിടെ നിന്ന് പ്രൈസ് ഇവിടെ ഈ ഒരു നെക്ക് ലൈനെ ബ്രേക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ലോയിൽ നിന്നും പ്രൈസ് മുകളിലേക്ക് വന്ന് ഈ ഒരു നെക്ക് ലൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എൻട്രി എടുക്കുന്ന രീതിയിൽ പലരും ട്രേഡ് ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഈ ഒരു ലോയിൽ നിന്നും ഈ ഒരു നെക്ക് ലൈൻ വരെയുള്ള അത്രയും വലിയൊരു മൂവ്മെൻറ്റ് നമ്മളവിടെ മിസ്സാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു RSI ഡൈവർജൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, RSI ഡൈവർജൻസ് വേണമെങ്കിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും രീതിയിലുള്ള കാൻഡലിസ്റ്റിക് പാറ്റേൺസ് അവിടെ അപ്പിയർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ബുള്ളിഷ് സൈൻ നമുക്ക് ഈ ഒരു ലോയിൽ നിന്നും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിലോട് ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു ക്യാൻഡിൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുള്ളിഷ് സൈൻ കാണുന്നുണ്ടോ നോക്കാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് വീണ്ടും ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാം. ഓക്കെ, ഒരു ബുള്ളിഷ് സൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ലോങ് പൊസിഷൻ എടുക്കുകയാണ്. ആൻഡ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഈ ഒരു ലെവലിന് താഴെയായിട്ട്, ഈ ഒരു ഡബിൾ ബോട്ടത്തിൻ്റെ ആ ഒരു ലെവലിന് താഴെയായിട്ട് ഞാനൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണ്. ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഞാൻ എൻ്റെ ടാർഗറ്റും സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവിടെ പ്രൈസ് പോകുന്നത് നമുക്ക് നോക്കാം. ആൻഡ് നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. പ്രൈസ് നമ്മുടെ ഈ ഒരു ലോ ലെവലിൽ നിന്നും, ഈ ഒരു ബോട്ടം ലെവലിൽ നിന്നും താഴേക്ക് പ്രൈസ് പോയിട്ടില്ല. വീണ്ടും അവിടെ ടെസ്റ്റ് ചെയ്തിട്ട് പ്രൈസ് വീണ്ടും ശക്തമായിട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. സോ ഈ രീതിയിലാണ് നമുക്കൊരു ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ഇവിടെ താഴേക്കായിരുന്നു വരുന്നുണ്ടായിരുന്നത്, ഇവിടെ നിന്ന് പ്രൈസ് താഴേക്കായിരുന്നു വരുന്നുണ്ടായിരുന്നത്. ഒരു ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ ഫോം ചെയ്യുന്നു. ദെൻ പ്രൈസ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നുണ്ട്. ഒരു ട്രെൻഡ് റിവേഴ്സൽ അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ കണ്ടെത്തുക. ഇനി വേറൊരു കാര്യമുള്ളത്, നമ്മളിപ്പോൾ ഒരു ലോ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു സ്വിംഗ് ലോ എടുത്തപ്പോൾ ഞാൻ ഈ ഒരു വിക്ക് അടക്കം ഞാൻ ഈ രീതിയിൽ ഇങ്ങനെ ഒരു ഏരിയ, ഒരു മൊത്തത്തിലുള്ളൊരു ഏരിയ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു ട്രെൻഡ് ലൈനായിട്ട് വരയ്ക്കാതെ ഒരു ഏരിയ ആയിട്ട് വരയ്ക്കുന്നതായിരിക്കും, ഇതുപോലത്തെ ലോ ഏരിയാസും ഹൈ ഏരിയാസും ഒക്കെ നമ്മൾ ഇതുപോലെ ഒരു ഏരിയ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് ഇവിടെ പ്രൈസ് ഇവിടെ താഴേക്ക് വന്നിട്ട് ഈ ഒരു ലെവലിനകത്ത്, ഈ ഒരു ഏരിയയ്ക്ക് അകത്താണ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ഡബിൾ ബോട്ടമായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അതല്ല, പ്രൈസ് ഇതിന് മുകളിലായിട്ട്, ഈ ഒരു ഏരിയയ്ക്ക് മുകളിലായിട്ട് ജസ്റ്റ് ഒരു വിക്ക് എടുത്തു ആൻഡ് നേരെ മേലേക്ക് കയറിയിട്ട് ഈ ഒരു ഏരിയയ്ക്ക് മുകളിലായിട്ടാണ് ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഡബിൾ ബോട്ടമായിട്ട് എടുക്കാം. പക്ഷേ പ്രൈസ് താഴേക്ക് വന്ന്, ഒരു ക്യാൻഡിൽ താഴേക്ക് വന്ന് ഈ ഒരു ഏരിയയ്ക്ക് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരിക്കലും ഒരു ഡബിൾ ബോട്ടമായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഒരു പുതിയ ലോ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, കാരണം ഇതൊരു ലോവർ ലോ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വരച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് കണ്ടെത്തിയിട്ടുള്ള സ്വിംഗ് ലോക്ക് താഴെ, അല്ലെങ്കിൽ ആ ഒരു ഏരിയയ്ക്ക് താഴെയാണ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു
ഡബിൾ ബോട്ടമായിട്ട് എടുക്കരുത്. ആ ഒരു ഏരിയയ്ക്ക് അകത്തോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയ്ക്ക് മുകളിലായിട്ടോ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം. വിക്ക് വരുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഒരു വിക്ക് ഇതിന് താഴേക്ക് വന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ആ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിങ് ഇതിന് താഴേക്ക് വരാനായിട്ട് പാടില്ല. എപ്പോഴും ഇതിന് അകത്തോ അല്ലെങ്കിൽ ഇതിന് മുകളിലോ ആയിട്ട് ആ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിങ് വരണം. എന്നാൽ മാത്രമേ നമുക്കതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഡബിൾ ബോട്ടമായിട്ട് നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ടിപ്പാണ്, ജസ്റ്റ് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി എപ്പോഴും മനസ്സിൽ വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഡബിൾ ബോട്ടത്തിൻ്റെ കാര്യം. ഇനി ഡബിൾ ടോപ്പിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ പ്രൈസ് ശക്തമായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ പ്രൈസ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ക്യാൻഡലിൻ്റെ തൊട്ടടുത്തുള്ള ക്യാൻഡിൽസ് രണ്ടും തന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് പ്രൈസിന് അതിൻ്റെ ക്ലോസിംഗ് പ്രൈസിന് താഴെയാണ് ഇത് കഴിഞ്ഞിട്ടുള്ള 2 ക്യാൻഡിൽസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഇതൊരു സ്വിംഗ് ഹൈ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു സ്വിംഗ് ഹൈ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കിയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡബിൾ ടോപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിക്ക് ഇവിടെ തട്ടിക്കൊണ്ട് ഒരു വിക്ക് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതിന് താഴെയാണ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഒരു ക്യാൻഡിൽ മാത്രമേ ക്ലോസ് ചെയ്തിട്ടുള്ളൂ, ആൻഡ് ഒരു ക്യാൻഡിൽ മാത്രമേ അടുത്തായിട്ട് ഫോം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ക്യാൻഡിലും കൂടിയും ആ ഒരു ക്ലോസിംഗ് പ്രൈസിന് താഴെ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കതൊരു സ്വിംഗ് ഹൈ ആയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്യാൻഡിലും കൂടെ ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസിന് താഴെയായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു സ്വിംഗ് ഹൈ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഒരു എൻട്രി പോയിന്റ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തെങ്കിലും ഒരു ബെയറിഷ് ആയിട്ടുള്ള സൈൻ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ മൊത്തത്തിൽ വിഴുങ്ങിക്കൊണ്ട് ഒരു വളരെ ശക്തമായിട്ടൊരു ബെയറിഷ് ക്യാൻഡിലോട്ട് ഫോം ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാം, ഒരു ഷോർട്ട് പൊസിഷൻ അവിടെ എടുക്കാം. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിന് മുകളിലായിട്ട് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ആൻഡ് ടാർഗറ്റ് നമുക്ക് 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിലൊരു ടാർഗറ്റും സെറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം ഇനി ഏത് രീതിയിലാണ് ഇവിടെ പ്രൈസ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ടാർഗറ്റോടെ ഹിറ്റ് ആയിട്ടുണ്ട്. പ്രൈസ് വളരെ ശക്തമായിട്ട് തന്നെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര നേരം മുകളിലേക്ക് വന്നുകൊണ്ടിരുന്ന പ്രൈസ് ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം ശക്തമായിട്ട് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ട്രെൻഡ് റിവേഴ്സൽ അവിടെ സംഭവിക്കുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡബിൾ ടോപ്പ് ആൻഡ് ഡബിൾ ബോട്ടം എന്ന് പറയുന്ന ചാർട്ട് പാറ്റേൺസ്. ഇത് രണ്ടും ഒരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ ആണ്. ഒരു അപ് ട്രെൻഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് അവിടെ നിന്ന് താഴേക്ക് വരാനാണ് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ പ്രൈസ് താഴേക്ക് പോവുകയാണ്. അവിടെ ഒരു ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ പ്രൈസ് മുകളിലേക്ക് പോകാനാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സൽ കണ്ടെത്താനും അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഈ ഒരു ഡബിൾ ടോപ്പും ഡബിൾ ബോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് നമുക്ക് സ്വിംഗ് ഹൈസ് കണ്ടെത്താം, എങ്ങനെയാണ് സ്വിംഗ് ലോസ് കണ്ടെത്താം. ആൻഡ് ഒരു ഡബിൾ ബോട്ടമും ഡബിൾ ടോപ്പും ഒക്കെ അത് വാലിഡ് ആയിട്ടുള്ള ഡബിൾ ബോട്ടമും ഡബിൾ ടോപ്പും ആവാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ എന്താണെന്നും ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ എന്താണെന്നും അതെങ്ങനെയാണ് ചാർട്ടിൽ കണ്ടെത്തുക എന്നും ആൻഡ് അത് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അത് കണ്ടെത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യുക. ലൈവായിട്ടുള്ള മാർക്കറ്റിൽ പോയിട്ട് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് ചാർട്ട് പാറ്റേൺസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ചാർട്ട് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് കൃത്യമായിട്ട് ട്രേഡ് ചെയ്യാനും സാധിക്കും. ആൻഡ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ അതെല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് അത് തന്നെയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.